സോറിയാസിസ് ഉള്ള രോഗികളിൽ ഏതാണ്ട് 20 മുതൽ 25% വരെ ആൾക്കാരിൽ ഈ ആർത്രൈറ്റിസ് പിടിപെടുന്നു. ഈ ആർത്രൈറ്റിസ് കാരണം ബുദ്ധിമുട്ടുന്ന ധാരാളം രോഗികൾ ഇന്ന് നമ്മുടെ അടുത്തുണ്ട്. ഇതിന് പ്രധാനമായ വ്യക്തമായ ഒരു കാരണം ഇവരുടെ ഭക്ഷണ രീതികളാണ്. അതുപോലെ തന്നെ ജോലികൾ. ഭക്ഷണ രീതികളെന്ന് പറയുമ്പോൾ കൂടുതലും തണുത്ത ഭക്ഷണങ്ങൾ നമ്മുടെ ശരീരത്തെ ഞങ്ങളെ സിസ്റ്റത്തിൽ പറയുമ്പോൾ ത്രിദോഷത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഉള്ളതാണ് നമ്മുടെ ശരീരം. അതിൽ വാതം, പിത്തം, കഫം എന്നീ ദോഷങ്ങൾ അടങ്ങിയതാണ്. വാതദോഷത്തിനെ കൂട്ടാനുള്ള ഒരു സംഭവമാണ് അമിതമായ പുളിരസം. അത് കൂടെ തന്നെ സോറിയാസിസ് കൂടെ ഉള്ളപ്പോൾ അമിതമായി പുളി കഴിക്കുമ്പോൾ അത് നമ്മുടെ വയറിനെ കേടാക്കുന്നുണ്ട്. വയറിൽ കൂടെ തന്നെ എല്ലാവർക്കും അറിയാമല്ലോ, നമ്മുടെ ദഹന പ്രക്രിയ നടക്കുന്നത് നമ്മുടെ വയറാണ് അതിൻ്റെ തുടക്കം. അത് കാരണം ഇത് ജോയിൻസുകളിൽ വേദനകൾ ഉണ്ടാക്കുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. ഉദാഹരണമായിട്ട് ഒരു സോറിയാറ്റിക് ആർത്രൈറ്റിസ് പേഷ്യൻറ്റിന് ആദ്യം വിരലുകളിലാണ് അവർക്ക് ചെറിയ നീരും വേദനകളും ഉണ്ടാകുന്നത്. അത് പല നിരീക്ഷണങ്ങളിൽ അമിതമായിട്ട് ജോലികൾ ചെയ്യുന്നവരായിരിക്കും. അപ്പോൾ വിരലുകൾ കൂടുതൽ സ്ട്രെയിൻ ചെയ്ത് അവർക്ക് വിരലുകളിൽ വേദനയും നീരും ഉണ്ടാക്കി അതിലേ കൂടെ ക്രമേണ റിസ്റ്റ് ജോയിൻറ്റ്, പിന്നെ എൽബോ ജോയിൻറ്റ്, മുട്ടുകൾ, പിന്നെ തോള്, അതുപോലെ കാലുകൾ എല്ലായിടത്തും വേദനകൾ ഉണ്ടാക്കുന്നുണ്ട്. ചില രോഗികളിൽ ഈ സോറിയാറ്റിക് ആർത്രൈറ്റിസ് കൂടി വരുന്ന അവസരത്തിൽ അവരുടെ കൈ, കാല്, മുട്ടുകൾ വളഞ്ഞു പോവുകയും വിരലുകൾ പ്രത്യേകിച്ച് വളഞ്ഞ് ചിലപ്പോൾ വല്ലാണ്ട് രീതിയിൽ വളഞ്ഞ് സ്റ്റിഫായി പോകുന്നുണ്ട്. അത് വളരെ ബുദ്ധിമുട്ടുള്ള കേസാണ്. സെയിം ടൈം നല്ല വേദന അവർക്കുണ്ടാവും, നീരുണ്ടാവും, നടക്കാനും നിൽക്കാനും ജോലികൾ ചെയ്യാനും ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്ന ഒരു സംഭവമായിട്ട് മാറും. അതുകൊണ്ട് ഈ ആർത്രൈറ്റിസ് ഉള്ളവർ കഴിയുന്നതും വലിയ വലിയ ജോലികൾ ചെയ്യാതിരിക്കുക. അപ്പോൾ തണുത്ത ഭക്ഷണങ്ങൾ കഴിക്കാതിരിക്കുക. ഈ വേദനകൾ മാറ്റാനും അതുപോലെ തന്നെ സോറിയാസിസ് മാറ്റാനും സോറീസ് എന്നുള്ള ഒരു സിദ്ധാമരുന്ന് വളരെ എഫക്റ്റീവാണ്. ഈ സോറീസ് ഓയിൽ സോറിയാസിസ് ഉള്ള ഭാഗങ്ങളിൽ പുരട്ടുകയും ആർത്രൈറ്റിസ് ഉള്ള ഭാഗങ്ങളിൽ പല പ്രാവശ്യം ഞാനിപ്പോൾ ഇവിടെ ഉള്ള പരിപാടികളിൽ സൂചിപ്പിച്ചിട്ടുള്ള ഗ്രീൻ ഓയിൽ എന്നുള്ള ഓയിൽ പുരട്ടുകയും പിന്നെ അതുകൂടാതെ ആർത്രൈറ്റിസ് കുറയ്ക്കുവാൻ രസഗന്ധി മെഴുക് ക്യാപ്സ്യൂളായിട്ട് കിട്ടുന്നുണ്ട്, അമുക്കറ ചൂർണം, ഇനിയും ധാരാളം മരുന്നുകൾ ഞങ്ങളെ സിദ്ധയിൽ അവൈലബിളാണ്. സോറിയാസിസ് ഉള്ളവർ സ്ഥിരമായിട്ട് സോറിയാസിസിനുള്ള മരുന്ന് കഴിക്കണ്ട. ഞാൻ പറഞ്ഞ സോറീസ് ഓയിൽ പുരട്ടുക, ഗ്രീൻ ഓയിൽ ഈ വേദന ഉള്ള ഭാഗത്ത് പുരട്ടുക, കൂടുതലും ടെൻഷൻ ഒഴിവാക്കുക, നന്നായിട്ട് കിടന്ന് ഉറങ്ങുക, തൈര്, അച്ചാറുകൾ, ഓറഞ്ച്, മുന്തിരി, മാങ്ങ, പൈനാപ്പിൾ, പപ്പായ എന്നീ ഭക്ഷണങ്ങൾ ഒഴിവാക്കുക. സോറിയാസിസ് ഉള്ള വിരലുകൾ പെട്ടെന്ന് വളഞ്ഞു പോകാൻ സാധ്യത ഉള്ളത് കൊണ്ട് സമയം കിട്ടുമ്പോഴൊക്കെ ഗ്രീൻ ഓയിൽ ആ വിരലുകളിലൊക്കെ പുരട്ടി ഈ വളയാത്ത രീതിയിൽ ആ വിരലുകൾ ഒന്ന് പിടിച്ച് നിമിർത്ത് മടക്കി വിടുക. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും വിരലുകൾ മടങ്ങിപ്പോവില്ല. ഒരു സ്റ്റേജ് വരെ മടങ്ങിപ്പോയാൽ പിന്നെ അത് സ്റ്റിഫായി പോവും. പിന്നെ അത് നിമിർത്തെടുക്കാൻ വലിയ പാടാകും. അവരൊരു വികലാംഗനെ പോലെ ആയിപ്പോകുന്ന ഒരു അവസ്ഥയിലേക്ക് കൊണ്ടു ചെന്ന് എത്തിക്കും. അതുകൊണ്ട് സോറിയാസിസ് ഉണ്ടെങ്കിൽ സോറിയാസിസ് ഉള്ളവർ പലപ്പോഴും ഒരു സ്ഥലത്ത് തന്നെ ഇരുന്ന് ജോലി ചെയ്യും. കൈ കാലുകൾക്ക്
അനങ്ങാത്ത രീതിയിലുള്ള പ്രവർത്തനമായിരിക്കും. അത്തരം ആൾക്കാരിൽ എളുപ്പത്തിൽ ഈ ആർത്രൈറ്റിസ് പിടിപെടുന്നുണ്ട്. ഏതാണ്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 20 മുതൽ 25% സോറിയാസിസ് രോഗികളിൽ ഈ ആർത്രൈറ്റിസ്, സോറിയാറ്റിക് ആർത്രൈറ്റിസ് ബാധിക്കുന്നുണ്ട്. അതിൽ നിന്ന് രക്ഷ നേടാൻ ചൂടുവെള്ളത്തിൽ തന്നെ കുളിക്കുക, തണുത്ത പുളിപ്പുള്ള ഭക്ഷണങ്ങൾ ഒഴിവാക്കുക, കൃത്യമായിട്ട് സോറിയാസിസിനുള്ള പഥ്യങ്ങൾ ചിലതുണ്ട്. മീൻ, മുട്ട, കോഴിയിറച്ചി, നാരങ്ങ, അച്ചാറുകൾ, ഓറഞ്ച്, മുന്തിരി, തണുപ്പും പുളിപ്പുമുള്ള ഭക്ഷണങ്ങൾ ഒഴിവാക്കുക. ഈ തണുത്ത കാലാവസ്ഥകളിൽ ഈ സന്ധിവേദനയും സോറിയാസിസും കൂടാനുള്ള സാധ്യത കൂടുതൽ ഉള്ളത് കൊണ്ട് ആ സമയങ്ങളിൽ കൂടുതലായിട്ട് പുറത്ത് ഇറങ്ങരുത്, വീട്ടിൽ തന്നെ ഇരിക്കുക. ഈ 2 ഓയിലും വേദനയ്ക്ക് ഗ്രീൻ ഓയിൽ, ഡോക്ടർ ഗ്രീൻ ഓയിൽ, അതുപോലെ തന്നെ സോറിയാസിസിന് സോറീസ് ഓയിൽ 2, 3, 4 പ്രാവശ്യം പുരട്ടി വരികയാണെങ്കിൽ സോറിയാസിസും മാറും, ആർത്രൈറ്റിസും മാറും. വളരെ എഫക്റ്റീവാണ് ഈ 2ഉം. പിന്നെ കഴിക്കാനുള്ള മരുന്നുകൾ ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ആ മരുന്നുകളും കഴിക്കുക. ഇത്രയാണ് എനിക്ക് ഈ സോറിയാറ്റിക് ആർത്രൈറ്റിസിനെ കുറിച്ച് പറയാനുള്ളത്. ഇത് പലപ്പോഴും സീരിയസ് കേസാണ്, സാധാരണ കേസല്ല സോറിയാറ്റിക് ആർത്രൈറ്റിസ് വന്ന് ജീവിതം തന്നെ പോയി കിടക്കുന്ന ധാരാളം ആൾക്കാർ എനിക്ക് അനുഭവത്തിൽ അറിയാം. അവർ തുടക്കത്തിൽ തന്നെ ഇതിന് തക്കതായ ചികിത്സയും അതിനുള്ള പ്രതിവിധികളും ചെയ്യുകയാണെങ്കിൽ ഒരു പരിധിവരെ നല്ല രീതിയിൽ സോറിയാസിസ് ആർത്രൈറ്റിസിനെ നമ്മൾ കൺട്രോൾ ചെയ്ത് മുമ്പോട്ട് പോകാൻ സാധിക്കും.